शिवाजी महाराज की शासन पर तय कर लो अब सत्य सनातन की छाया हो शासन पर। राम भक्त ही राज करेगा दिल्ली के सिंहासन पर। राम भक्त ही राज करेगा दिल्ली के सिंहासन पर। राम प्रतिष्ठित किए जिन्होंने अवधपुरी के आसन पर। राम प्रतिष्ठित किए जिन्होंने अवधपुरी के आसन पर। राम भक्त ही राज करेगा दिल्ली के विश्वासों को सदा सहारा मिले जहां अनुशासन पर। विश्वासों को सदा सहारा मिले जहां अनुशासन पर। राम भक्त ही राज करेगा दिल्ली के सिंहासन पर। राम भक्त ही राज करेगा दिल्ली के सिंहासन पर। राम भक्त ही राज करेगा दिल्ली के सिंहासन पर। भारत ने माना हरदम घट घट के है वासी राम। समता सुख और समृद्धि के सदा रहे अनुकासी राम। त्रेता में तो 14 वर्षों का ही बस वनवास मिला। 5 सदी तक पर कलयुग में बने रहे वनवासी राम। जग बलिहारी जाए अपने परम प्रभु के दर्शन पर। जग बलिहारी जाए अपने परम प्रभु के दर्शन पर। राम भक्त ही राज करेगा दिल्ली के सिंहासन पर। राम भक्त ही राज करेगा दिल्ली के सिंहासन पर। राम भक्त ही राज करेगा दिल्ली के सिंहासन पर। जय श्री राम 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 जय श्री राम। आमच्या भीतीने जेव्हा येईल तुम्हाला ताप तेव्हा समजून जायचं मैदानात उतरलाय तुमचा बाप। Exclusive DJ Shubham बीजेपी सरकार कहो फिर से मोदी जी फिर से बी जे सरकार ना दिखावा करतो ना दुनियादारी करतो। आम्ही जेव्हा मैदानात उतरतो तेव्हा फक्त आणि फक्त दुराच करतो। बीजेपी सरकार
നിമിഷത്തിൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി പച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ആഹ്ലാദ പ്രകടനത്തിൽ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് BJPയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ സന്ദീപ് ജി നായർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പങ്കുവച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ശ്രീ മുരളീട്ടൻ, സിന്ധോട്ടൻ അടക്കമുള്ള സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ മുഴുവൻ നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഈ പ്രദേശത്തെ നല്ലവരായ വോട്ടർമാർ, ജനാധിപത്യ വിശ്വാസികൾ, ഏവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇന്ന് നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മൂന്നാമതും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ 10 വർഷക്കാലം മുമ്പ് 2014 ഈ കാവോട്ടപ്പ് സെന്ററിൽ നമ്മൾ ഇതുപോലെ ഒത്തുകൂടിയപ്പോ അതിന് തൊട്ടുമുമ്പ് 10 വർഷക്കാലം ഈ രാജ്യത്ത് അരങ്ങേറിയിട്ടുള്ള കോൺഗ്രസിന്റെ ദുർഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിലെത്തിയപ്പോഴാണ് നമ്മൾ ഇതുപോലെ ഒത്തുകൂടിയത്. അവിടെ മുന്നോട്ട് ഒട്ടേറെ തവണ നമ്മൾ പല രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ ആഹ്ലാദ പ്രകടനത്തിന് ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമെന്ന് പറയുന്നത് ഇത് കേരളമാണ്, ഇവിടെ താമര വിരിയില്ല, ഇവിടെ BJP വാഴില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന കോൺഗ്രസുകാർക്കും CPM-കാർക്കും മലയാളികൾ മറുപടി കൊടുത്തതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ഒരു വിജയാഹ്ലാദ പ്രകടനത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ഈ കേരളത്തിലും താമര വിരിയും, കേരളവും BJP ഭരിക്കുന്ന ദിവസം അത് വിദൂരമല്ല, അനധിവിദൂരമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ദിവസമാണെന്ന്. കേവലം തൃശ്ശൂര് മാത്രമല്ല, തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ നേടിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള വൻ വിജയം മാത്രമല്ല, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ 20% വോട്ടിലേക്ക് BJPയുടെ വോട്ട് പെർസെന്റേജ് വർദ്ധിച്ചു എന്നുള്ളത് തന്നെ മലയാളികൾ ഇനി BJPയോടൊപ്പമാണ് എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശമാണ്. ഇത് പറയുമ്പോ തോന്നും നമ്മൾ വേറെ എവിടെയോ ഉള്ളൊരു വിജയത്തിന് വേണ്ടിയുള്ള ആഹ്ലാദിക്കാനല്ലേ, അങ്ങനെ തോന്നും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഈ കാവുവട്ടത്തെ ബൂത്തിലും ഭാരതീയ ജനതാ ഒന്നാം സ്ഥാനത്താണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചെത്തല്ലൂരിൽ പണ്ട് പ്രകടനം നടത്തുമ്പോ അല്ലേ എത്ര പേരാ ഉണ്ടായിരുന്നത്? BJPയുടെ പ്രകടനം നടന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണത്തെ നോക്കി ഇവിടുത്തെ CPM-കാരും കോൺഗ്രസുകാരും ഒക്കെ കളിയാക്കിയിരുന്ന ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അന്നൊക്കെ ഞങ്ങൾ വിട്ടുനിന്ന് പലപ്പോഴും വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അഭിമാനത്തോടുകൂടി BJP ഇവിടുത്തെ ബൂത്തിൽ ഒന്നാമതെത്തിയതിന്റെ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മറ്റെവിടെയും പോകാതെ ഇവിടുത്തെ പരിപാടിയിൽ തന്നെ പങ്കെടുക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ വന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിന് ഒന്നല്ല 2 സമ്മാനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ നൽകിയിരിക്കുന്നത്. ഒന്ന് ശ്രീ സുരേഷ് ഗോപിയാണെങ്കിൽ മറ്റൊന്ന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ ജോർജ് കുര്യനാണ്. കേരളത്തിൽ
BJPയുടെ പ്രവർത്തനം തുടങ്ങിയ കാലം തൊട്ട് തന്നെ ABVP-യിലൂടെ രംഗത്ത് വന്നിട്ടുള്ള ജോർജ് കുര്യൻ സൗമ്യനായ രാഷ്ട്രീയക്കാരൻ, സാത്വികനായ രാഷ്ട്രീയക്കാരൻ, അദ്ദേഹത്തിനു കൂടി ഈ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗത്വം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഐതിഹാസികമായ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി കാൽവോട്ടത്തെ ബൂത്തിൽ BJPയെ ഒന്നാമത് എത്തിച്ച കാൽവോട്ടത്തെ മുഴുവൻ വോട്ടർമാർക്കും എന്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. आमच्या भीतीने जेव्हा येईल तुम्हाला ताप तेव्हा समजून जायचं मैदानात उतरलाय तुमचा बाळ. Exclusive DJ Shubham. BJP सरकार हो फिर से मोदी जी फिर से दिखावा करतो, या दुनियादारी करतो. आम्ही जेव्हा मैदानात उतरतो तेव्हा फक्त आणि फक्त दुराच करतो. BJP सरकार ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ സങ്കടമീ വിധമെന്തിനു തന്നൊരു സാംബ സദാശിവനേ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ ശക്തി പ്രണമേ. Salimos para la carretera, la gente a mí me pregunta y yo le digo que yo soy Salimos para la carretera, la Mariana, yo le digo que yo soy Mariana, la Mariana. Welcome to Marnakidar Trophy, Sundare Mutir.
Yes,
പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത് മോനെ മുന്നപ്പെട്ട ഉണ്ട കൊടുക്കും പാഞ്ഞ പാക്കറ്റ് വെറുതെ തൊള്ളയിറക്കിയ ചള്ള പുളിയോ നോക്കോ മേപ്പെട്ട് निन्ने
അറിയാത്ത കൂട്ടം കുരങ്ങ് കരങ്ങളിലോ പൂന്തോട്ടം വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം വലയിലൊതുങ്ങാത്ത പരലിൻ കൂട്ടം കുരുവിക്കൂട്ടും പോലെ കൂട്ടിയെല്ലാം മുക്കത്തുട്ട് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി പച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ആഹ്ലാദ പ്രകടനത്തിൽ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് BJPയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ സന്ദീപ് ജി നായർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ശ്രീ മുരളീട്ടൻ ചിന്തോട്ടൻ അടക്കം ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ മുഴുവൻ നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഈ പ്രദേശത്തെ നല്ലവരായ വോട്ടർമാർ, ജനാധിപത്യ വിശ്വാസികൾ, ഏവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇന്ന് നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മൂന്നാമതും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ 10 വർഷക്കാലം മുമ്പ് 2014 ഈ കാവട്ടത്ത് സെന്ററിൽ നമ്മൾ ഇതുപോലെ ഒത്തുകൂടിയപ്പോൾ അതിന് തൊട്ടു മുൻപ് 10 വർഷക്കാലം ഈ രാജ്യത്ത് അരങ്ങേറിയിട്ടുള്ള കോൺഗ്രസിന്റെ ദുർഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിലെത്തിയപ്പോഴാണ് നമ്മൾ ഇതുപോലെ ഒത്തുകൂടിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒട്ടേറെ തവണ നമ്മൾ പല രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ ആഹ്ലാദ പ്രകടനത്തിന് ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് കേരളമാണ്, ഇവിടെ താമര വിരിയില്ല, ഇവിടെ BJP വാഴില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന കോൺഗ്രസുകാർക്കും CPM-കാർക്കും മലയാളികൾ മറുപടി കൊടുത്തതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ഒരു വിജയാഹ്ലാദ പ്രകടനത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ഈ കേരളത്തിലും താമര വിരിയും, കേരളവും BJP ഭരിക്കുന്ന ദിവസം അത് വിദൂരമല്ല, അനധിവിദൂരമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ദിവസമാണെന്ന്. കേവലം തൃശ്ശൂര് മാത്രമല്ല, തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ നേടിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള വൻ വിജയം മാത്രമല്ല, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ 20% വോട്ടിലേക്ക് BJPയുടെ വോട്ട് പെർസെന്റേജ് വർദ്ധിച്ചു എന്നുള്ളത് തന്നെ മലയാളികൾ ഇനി BJPയോടൊപ്പമാണ് എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശമാണ്. ഇത് പറയുമ്പോ തോന്നും നമ്മൾ വേറെ എവിടെയോ ഉള്ളൊരു വിജയത്തിന് വേണ്ടിയുള്ള ആഹ്ലാദിക്കാനല്ലേ, അങ്ങനെ തോന്നും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഈ കാവുവട്ടത്തെ ബൂത്തിലും ഭാരതീയ ജനതാ ഒന്നാം സ്ഥാനത്താണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചെത്തല്ലൂരിൽ പണ്ട് പ്രകടനം നടത്തുമ്പോ അല്ലേ എത്ര പേരാ ഉണ്ടായിരുന്നത്? BJPയുടെ പ്രകടനം നടന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണത്തെ നോക്കി ഇവിടുത്തെ CPM-കാരും കോൺഗ്രസുകാരും ഒക്കെ കളിയാക്കിയിരുന്ന ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അന്നൊക്കെ ഞങ്ങൾ വിട്ടുനിന്ന് പലപ്പോഴും വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അഭിമാനത്തോടുകൂടി BJP ഇവിടുത്തെ ബൂത്തിൽ ഒന്നാമതെത്തിയതിന്റെ സന്തോഷപ്രകടനമാണ് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മറ്റെവിടെയും പോകാതെ ഇവിടുത്തെ പരിപാടിയിൽ തന്നെ പങ്കെടുക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ വന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിന് ഒന്നല്ല 2 സമ്മാനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ നൽകിയിരിക്കുന്നത്. ഒന്ന് ശ്രീ സുരേഷ് ഗോപിയാണെങ്കിൽ മറ്റൊന്ന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ ജോർജ് കുര്യനാണ്. കേരളത്തിൽ BJPയുടെ പ്രവർത്തനം തുടങ്ങിയ കാലം തൊട്ട് തന്നെ ABVP-യിലൂടെ രംഗത്ത് വന്നിട്ടുള്ള ജോർജ് കുര്യൻ സൗമ്യനായ രാഷ്ട്രീയക്കാരൻ, സാത്വികനായ രാഷ്ട്രീയക്കാരൻ. അദ്ദേഹത്തിന് കൂടി ഈ കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഐതിഹാസികമായ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി കാവുവട്ടത്തെ ബൂത്തിൽ BJPയെ ഒന്നാമതെത്തിച്ച കാവുവട്ടത്തെ മുഴുവൻ വോട്ടർമാർക്കും എന്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം.
here we go. Take your sorrow back aside. Do you know the pleasure I will guide you by? It's now or never, much you decide. Come break a leg, yo, fly and ride. In the ഉലകത്തിൽ ഉന്നവല വീരയാ നീ പോടും സത്തങ്ങൾ വെട്ടിപ്പാട് നെഞ്ചിതില്ല ഏറ്റി നീ വാഴ്ന്നു കാട്ട് തടി പോടും സട്ടം அதை മാറ്റിക്കാട്ട് അക്ഷരാകം പഠിച്ചിട്ടുള്ളാം കിടച്ച സ്വർഗം അറിഞ്ഞുകൂടാം മതിച്ചിടുമ്പോൾ ഉതിർന്നതിരപ്പിൽ കൊതിച്ചതെല്ലാം തിരിച്ചു നേടാം ഇതാണല്ലോ തകിന്റെ താളം ഇനിയല്ലോ കാലിനി മേളം ഒഴുക്കൂട്ടാൻ നത്തയിലെത്തി വരുമ്പോൾ തുടങ്ങാം